നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയും എന്ന് പറയാം. അതായത് നമ്മുടെ എബിലിറ്റിയെ കുറിച്ച് സംസാരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാൻ ആണ്. നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നെങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്? എനിക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന് പറയണമെന്ന് കരുതാം. ഐ കുഡ് സോൾവ് ദാറ്റ് പ്രോബ്ലം എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല പറയുന്നത്. കഴിഞ്ഞില്ല എന്ന് പറയാൻ നമ്മൾ കുഡിൻ്റെ തന്നെയാണ് ഉപയോഗിക്കുക. പക്ഷെ കഴിഞ്ഞു എന്ന് പറയാൻ കുഡ് ഉപയോഗിക്കില്ല. ആക്ച്വലി കുഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് കഴിയുമായിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ഒരു പെർട്ടിക്കുലർ ഒക്കേഷനിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു അല്ലെങ്കിൽ സാധിച്ചു എന്നെല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ബി ഏബിൾ ടു, മാനേജ് ടു അതുപോലത്തെ വേർബ്സ് ആണ്. ഇന്നത്തെ ലെസൺ നമ്മുടെ എബിലിറ്റീസിനെ കുറിച്ച്, പ്രസൻറ്റിലുള്ളതായാലും ഫ്യൂച്ചറിലുള്ളതായാലും പാസ്റ്റിലുള്ളതായാലും അതിനെക്കുറിച്ച് സംസാരിക്കാനായി ഉപയോഗിക്കാവുന്ന ഡിഫറെൻറ്റ് വേർബ്സിനെ കുറിച്ചുള്ളതാണ്. ഈ ലെസൺ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ ലെസൻ്റെ ഹോംവർക്ക് നോക്കാം. ഈ വീഡിയോസ് യൂസ്ഫുൾ ആയി തോന്നുന്നവരെ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഈ റോഡ് എന്നെ നേരെയാക്കേണ്ടതായിരുന്നു. ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഷുഡ് ഹാവ് ആണ്. ദിസ് റോഡ് ഷുഡ് ഹാവ് ബീൻ റിപ്പയർഡ്. എന്നെ എന്നതിന് നമുക്ക് എ ലോങ് ടൈം എഗോ എന്ന് പറയാം. ഏളിയർ എന്ന് പറയുമ്പോൾ നേരത്തെ എന്നൊരർത്ഥമാണ് വരുന്നത്. വളരെ മുമ്പ് തന്നെ എന്ന അർത്ഥത്തിൽ നമുക്ക് എ ലോങ് ടൈം എഗോ എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാം. ദിസ് റോഡ് ഷുഡ് ഹാവ് ബീൻ റിപ്പയർഡ് എ ലോങ് ടൈം എഗോ. ആ കമ്പ്യൂട്ടർ നേരെയാക്കുന്നതിൽ ഒരു കാര്യവുമില്ല. പല രീതിയിൽ നമുക്കിത് പറയാം. നമ്മളിതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ പഠിച്ച 3-4 സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ച് ഇതെങ്ങനെ പറയാമെന്ന് നോക്കാം. നമുക്ക് ഇറ്റ് ഈസ് നോ യൂസ് ഉപയോഗിക്കാം, ഇറ്റ് ഈസ് നോ ഗുഡ് ഉപയോഗിക്കാം, ഇറ്റ് ഈസ് നോട്ട് വെർത്ത് ഉപയോഗിക്കാം, ദർ ഈസ് നോ പോയിന്റ് ഇൻ, ആ സ്ട്രക്ചറും യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് നോ യൂസ് റിപ്പയറിംഗ് ദാറ്റ് കമ്പ്യൂട്ടർ. റിപ്പയറിംഗ് എന്നതിന് പകരം നമുക്ക് ഫിക്സിംഗ് എന്ന് പറയാം, മെൻഡിങ് എന്നും പറയാം. ദർ ഈസ് നോ പോയിന്റ് ഇൻ മെൻഡിങ് ദാറ്റ് കമ്പ്യൂട്ടർ. ഇറ്റ് ഈസ് നോ ഗുഡ് റിപ്പയറിംഗ് ദാറ്റ് കമ്പ്യൂട്ടർ. യൂസിനും ഗുഡിനും മുന്നിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നോ ആണ്. അതുപോലെ ആ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇറ്റ് ഉപയോഗിച്ചാണ്. പോയിന്റിന് മുന്നിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ദർ ആണ്. പോയിന്റിന് ശേഷം ഇൻ വരുന്നുണ്ട്. വെർത്ത് ഉപയോഗിച്ച് നമുക്കിത് പറയാം. അതിന് മുന്നിൽ ഉപയോഗിക്കുന്നത് നോട്ടാണ്. ഇറ്റ് ഈസ് നോട്ട് വെർത്ത് റിപ്പയറിംഗ് ദാറ്റ് കമ്പ്യൂട്ടർ. അത് തന്നെ മറ്റൊരു രീതിയിലും പറയാം. ദാറ്റ് കമ്പ്യൂട്ടർ ഈസ് ഇൻ വെർത്ത് റിപ്പയറിംഗ്. അതായത് ആ കമ്പ്യൂട്ടർ അതിന് മാത്രം ഗുണമുള്ളതല്ല, നല്ലതല്ല. ദാറ്റ് കമ്പ്യൂട്ടർ ഈസ് ഇൻ വെർത്ത് റിപ്പയറിംഗ്. ഇതിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ING ഫോമാണ് എന്ന് ശ്രദ്ധിക്കണം. പോയിന്റിന് ശേഷമായാലും ശരി, യൂസ്, ഗുഡ്, വെർത്ത്, ഇതിനെല്ലാം ശേഷം ഉപയോഗിക്കുന്ന ING ഫോംസ് ആണ്. എന്നെ ആരും പാർട്ടികൾക്ക് ക്ഷണിക്കാറില്ല. ആക്റ്റീവ് വോയിസിൽ പറയുമ്പോൾ നോബഡി ഇൻവൈറ്റ്സ് മീ ടു പാർട്ടീസ് എന്ന് വരും. പാസീവ് വോയിസിലാവുമ്പോൾ ഐ എം നോട്ട് ഇൻവൈറ്റഡ് ടു പാർട്ടീസ്. ഐ എം നോട്ട് ഇൻവൈറ്റഡ് ടു പാർട്ടീസ്, അത് പാസീവ് വോയിസ് ആണ്. ആദ്യം എഴുതിയത് ആക്റ്റീവ് വോയിസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. കാരണം ക്ഷണിക്കാറില്ല എന്നാണ് പറയുന്നത്. ഒരു ജനറൽ ഫാക്റ്റ് പോലെയാണ് നമ്മളിത് പറയുന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ആക്റ്റീവ് വോയിസിലും പറയാം, നമുക്ക് പാസീവ് വോയിസിലും പറയാം. ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഐ വാസ് അറസ്റ്റഡ്. എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഐ വാസ് ടേക്കൺ ടു ദ സ്റ്റേഷൻ. രണ്ട് സെൻറ്റൻസും പാസീവ് വോയിസിലാണ്. ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു, എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. രണ്ടിലും ഇവിടെ വാസ് എന്ന വെർബാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ആ ആദ്യത്തെ വാസിന് പകരം ബീയിങ് ഉപയോഗിക്കാം. ഇവിടെ ING ഫോം ഉപയോഗിച്ച് നമുക്ക് ഈ ക്ലോസുകളെ കമ്പൈൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടാം. ആഫ്റ്റർ ബീയിങ് അറസ്റ്റഡ് ഐ വാസ് ടേക്കൺ ടു ദ പോലീസ് സ്റ്റേഷൻ. ആഫ്റ്റർ ബീയിങ് അറസ്റ്റഡ് ഐ വാസ് ടേക്കൺ ടു ദ പോലീസ് സ്റ്റേഷൻ. ഇവിടെ രണ്ട് ക്ലോസിലും പാസീവ് വോയിസ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഒന്നിൽ ആക്റ്റീവ് വോയിസും ഒന്നിൽ പാസീവ് ഉപയോഗിക്കരുത്. ഇവിടെ രണ്ട് കാര്യങ്ങളും ഞാനല്ല ചെയ്യുന്നത്. ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഞാനൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ട് ക്ലോസിലും പാസീവ് വോയിസ് വേണം ഉപയോഗിക്കാൻ. ഇനി രണ്ടിലും ആക്റ്റീവ് വോയിസ് ഉപയോഗിച്ച് നമുക്ക് പറയാം. അങ്ങനെ വരുമ്പോൾ പിന്നെ പോലീസ് ആണ് സബ്ജക്റ്റ് ആയിട്ട് വരാം. The police arrested me. They took me to the station. പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തു, അവർ എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഇതും നമുക്ക് കമ്പൈൻ ചെയ്ത് പറയാം. ആഫ്റ്റർ അറസ്റ്റിംഗ് മീ, എന്നെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ദ പോലീസ് ടുക്ക് മീ ടു ദ സ്റ്റേഷൻ. പോലീസ് എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഇവിടെ നമ്മൾ രണ്ട് ക്ലോസിലും ഉപയോഗിച്ചത് ആക്റ്റീവ് വോയിസ് ആണ്. ആക്ഷൻ ആര് ചെയ്യുന്നു എന്നതിനനുസരിച്ച് വേണം നമ്മൾ ആക്റ്റീവ് വോയിസ് ഉപയോഗിക്കുന്നതും പാസീവ് വോയിസ് ഉപയോഗിക്കുന്നതും. ഞാൻ വിശ്വസിച്ച ആളുകൾ തന്നെ എന്നെ വഞ്ചിച്ചു. എന്നെ വഞ്ചിച്ചു. നമുക്ക് ആക്റ്റീവ് വോയിസിലാണെങ്കിൽ ദേ ചീറ്റഡ് മീ അല്ലെങ്കിൽ ദേ ബിട്രൈഡ് മീ എന്ന് പറയും. പാസീവ് വോയിസിലാണെങ്കിൽ ഐ വാസ് ചീറ്റഡ് അല്ലെങ്കിൽ ഐ വാസ് ബിട്രൈഡ്. ഞാൻ വിശ്വസിച്ച ആളുകൾ, പീപ്പിൾ ഐ ട്രസ്റ്റഡ്. ഐ വാസ് ബിട്രൈഡ് ബൈ ദ പീപ്പിൾ ഹൂം ഐ ട്രസ്റ്റഡ്. ഹൂം ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല, ഹൂ ഉപയോഗിച്ചാൽ മതി. ദ പീപ്പിൾ ഹൂം ഐ ട്രസ്റ്റഡ് ബിട്രൈഡ് മീ. ഞാൻ വിശ്വസിച്ച ആളുകൾ എന്നെ ചതിച്ചു. ദ പീപ്പിൾ ഹൂം ഐ ട്രസ്റ്റഡ് ബിട്രൈഡ് മീ അല്ലെങ്കിൽ ചീറ്റഡ് മീ.
ഗ്രാമർ അനുസരിച്ച് ഇവിടെ ഹും ആണ് കറക്റ്റ്, പക്ഷെ അത് ഉപയോഗിക്കുന്നത് വളരെ റെയർ ആണ്. മോഡേൺ ഇംഗ്ലീഷിൽ ആക്ച്വലി ആരും തന്നെ ഹും യൂസ് ചെയ്യുന്നില്ല, അതിന് പകരം ഹു ആണ് ഉപയോഗിക്കുന്നത്. ദ പീപ്പിൾ ഹൂ ഐ ട്രസ്റ്റഡ്, ഞാൻ വിശ്വസിച്ച ആളുകൾ, അവരെന്നെ ചതിച്ചു. ബിട്രേഡ് മീ, അല്ലെങ്കിൽ ഐ വാസ് ബിട്രേഡ് ബൈ ദ പീപ്പിൾ ഹൂ ഐ ട്രസ്റ്റഡ്. ആദ്യത്തെ സെന്റൻസ് ആക്റ്റീവ് വോയിസിലാണ്, രണ്ടാമത്തേത് പാസീവ് വോയിസിലാണ്. രണ്ടാമത്തെ സെന്റൻസിലെ ഫസ്റ്റ് ക്ലോസ് അത് പാസീവ് വോയിസിലാണ്, സെക്കൻഡ് ക്ലോസ് ആക്റ്റീവ് വോയിസിൽ തന്നെയാണ്. രണ്ടാമത്തെ സെന്റൻസിന്റെ അർത്ഥം ഞാൻ വിശ്വസിച്ച ആളുകളാൽ ഞാൻ ചതിക്കപ്പെട്ടു എന്നാണ്. ജോലി മാറിയില്ലെങ്കിൽ ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യപ്പെടില്ലായിരുന്നു. ഇതൊരു ഇമാജിനറി സിറ്റുവേഷൻ ആണ്. ഞാൻ ജോലി മാറി, പ്രൊമോട്ട് ചെയ്യപ്പെടുകയും ചെയ്തു, പക്ഷെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ പ്രൊമോട്ട് ചെയ്യപ്പെടില്ലായിരുന്നു എന്നാണ് പറയേണ്ടത്. അപ്പൊ ഇമാജിനറി സിറ്റുവേഷൻ ആയത് കാരണം ടൈപ്പ് 3 കണ്ടീഷണൽ ആണ് യൂസ് ചെയ്യേണ്ടത്. ചിലർ ടൈപ്പ് 2 കണ്ടീഷണൽ ഉപയോഗിച്ച് കണ്ടു. ടൈപ്പ് 2 കണ്ടീഷണൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് സംഭവിക്കാൻ സാധ്യത കുറവുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. പ്രസന്റിലുള്ള സിറ്റുവേഷൻ തന്നെയാണത്. ടൈപ്പ് 3 നമ്മൾ പാസ്റ്റ് ഇവന്റിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സംഭവിക്കാതെ പോയ കാര്യങ്ങളെ കുറിച്ച് പറയാൻ, പാസ്റ്റിൽ സംഭവിക്കാതെ പോയ കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് ടൈപ്പ് 3 യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്കിത് ടൈപ്പ് 3 യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ്. ടൈപ്പ് 3 ഉപയോഗിക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് കിട്ടുക. ജോലി മാറിയില്ലായിരുന്നെങ്കിൽ, ഞാൻ ജോലി ചേഞ്ച് ചെയ്തില്ലായിരുന്നെങ്കിൽ. നമ്മൾ പൊതുവെ പറയുക ചേഞ്ച് ജോബ്സ് എന്നാണ്, ചേഞ്ച് ജോബ് അല്ല. എപ്പോഴും ആ ചേഞ്ചിന് ശേഷം വരുന്നത് പ്ലൂരൽ നൗൺ ആണ്. ഞാൻ ജോലി മാറിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ഇഫ് ഐ ഹാഡ് ഇൻ ചേഞ്ച്ഡ് ജോബ്സ്, ഞാൻ പ്രൊമോട്ട് ചെയ്യപ്പെടില്ലായിരുന്നു. ഐ വുഡ് നെവർ ഹാവ് ബീൻ പ്രൊമോട്ടഡ്. പാസീവ് വോയിസ് ആണ് ആ ക്ലോസിൽ ഉപയോഗിക്കുന്നത്. ഐ വുഡ് നെവർ ഹാവ് ബീൻ പ്രൊമോട്ടഡ്, ഞാൻ പ്രൊമോട്ട് ചെയ്യപ്പെടില്ലായിരുന്നു. ഇഫ് ഐ ഹാഡ് ഇൻ ചേഞ്ച്ഡ് ജോബ്സ്, ഇഫ് ഐ ഹാഡ് ഇൻ ചേഞ്ച്ഡ് മൈ ജോബ് എന്ന് വേണമെങ്കിൽ പറയാം. ഐ വുഡ് നെവർ ഹാവ് ബീൻ പ്രൊമോട്ടഡ് ഇഫ് ഐ ഹാഡ് ഇൻ ചേഞ്ച്ഡ് ജോബ്സ്, ജോലി മാറിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യപ്പെടില്ലായിരുന്നു. ടൈപ്പ് 3 കണ്ടീഷണൽ ആണ്. ടൈപ്പ് 2 പറയുമ്പോൾ ഐ വുഡ് നെവർ ബി പ്രൊമോട്ടഡ് ഇഫ് ഐ ഡിഡിൻ ചേഞ്ച് ജോബ്സ് എന്ന് കിട്ടും. ഇനി ഇന്നത്തെ ലെസൺ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ, പ്രസന്റിലുള്ള നമ്മുടെ ജനറൽ എബിലിറ്റിയെ കുറിച്ച് പറയാം. അതായത് നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയും എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാൻ ആണ്. നിനക്ക് ഏതെങ്കിലും വിദേശ ഭാഷകൾ സംസാരിക്കാൻ കഴിയുമോ? ക്യാൻ യു സ്പീക്ക് എനി ഫോറിൻ ലാംഗ്വേജസ്? ക്യാൻ യു സ്പീക്ക് എനി ഫോറിൻ ലാംഗ്വേജസ്? എനിക്ക് ശേഷം ഒരു പ്ലൂരൽ നൗൺ ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ പ്ലൂരൽ നൗൺ തന്നെ ഉപയോഗിക്കുക. ഇനി ഫോറിൻ ലാംഗ്വേജ് എന്ന് പറയുന്നതിലും നല്ലത് ഇനി ഫോറിൻ ലാംഗ്വേജസ് എന്ന് പറയുന്നതാണ്. നമുക്ക് എബിലിറ്റീസിനെ കുറിച്ച് പറയാൻ ക്യാൻ തന്നെ ഉപയോഗിക്കണമെന്നില്ല. ഏറ്റവും കോമൺ ആയി യൂസ് ചെയ്യുന്നത് ക്യാൻ തന്നെയാണ്. നമുക്ക് ഇതേ കാര്യം വേണമെങ്കിൽ ബി ഏബിൾ ടു ഉപയോഗിച്ചും പറയാം. ബി ഏബിൾ ടുവിലെ ബി, ഈസ്, ആം, ആർ, വാസ്, വേർ ഇതിലേതെങ്കിലും ഒന്നാണ്, അതുകൂടി ശ്രദ്ധിക്കണം. അപ്പൊ നിനക്ക് ഏതെങ്കിലും വിദേശ ഭാഷകൾ സംസാരിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് ബി ഏബിൾ ടു ഉപയോഗിച്ചും ചോദിക്കാം. സബ്ജക്റ്റ് യു ആയത് കാരണം നമ്മൾ ഉപയോഗിക്കുക ആർ ആണ്. ആർ യു ഏബിൾ ടു സ്പീക്ക് എനി ഫോറിൻ ലാംഗ്വേജസ്? ആർ യു ഏബിൾ ടു സ്പീക്ക് എനി ഫോറിൻ ലാംഗ്വേജസ്? ഇത് രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. ക്യാനിന് പകരം നമുക്ക് ബി ഏബിൾ ടു യൂസ് ചെയ്യാം, പക്ഷേ കോമൺലി യൂസ് ചെയ്യുന്നത് ക്യാൻ ആണ്. ക്യാൻ യു സ്പീക്ക് എനി ഫോറിൻ ലാംഗ്വേജസ്? അങ്ങനെയാണെങ്കിൽ നമ്മൾ പൊതുവെ ചോദിക്കുക. വേണമെങ്കിൽ ബി ഏബിൾ ടു ഉപയോഗിച്ചും ചോദിക്കാം. ആർ യു ഏബിൾ ടു സ്പീക്ക് എനി ഫോറിൻ ലാംഗ്വേജസ്? എനിക്ക് ഞായറാഴ്ച നിങ്ങളുടെ പാർട്ടിക്ക് വരാൻ കഴിയില്ല. പാർട്ടി ഞായറാഴ്ചയാണ്, പക്ഷെ വരാൻ കഴിയില്ല എന്നുള്ള ആ റിയാലിറ്റി എനിക്ക് ഇപ്പം തന്നെ അറിയാം. അതായത് ഫ്യൂച്ചറിലുള്ള ഒരു ഇനബിലിറ്റിയാണ്. ഫ്യൂച്ചർ എബിലിറ്റീസിനെ കുറിച്ച് പറയാൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇനബിലിറ്റീസിനെ കുറിച്ച് പറയാൻ നമ്മൾ പൊതുവെ ക്യാൻ ഉപയോഗിക്കില്ല. നമുക്ക് നിലവിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ക്യാൻ ഉപയോഗിക്കുന്നത്. ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാൻ കനോട്ട് ഉപയോഗിക്കും. ഇവിടെ വരാൻ സാധിക്കില്ല എന്നത് ഫ്യൂച്ചറിലുള്ള ഇവന്റ് ആണെങ്കിൽ പോലും അത് സാധിക്കില്ല എന്ന് എനിക്ക് ഇപ്പോഴേ അറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ക്യാനും ഉപയോഗിക്കാം. എനിക്ക് ഞായറാഴ്ച നിങ്ങളുടെ പാർട്ടിക്ക് വരാൻ കഴിയില്ല. ഐ കനോട്ട് കം ടു യുവർ പാർട്ടി ഓൺ സൺഡേ. ഐ കനോട്ട് കം ടു യുവർ പാർട്ടി ഓൺ സൺഡേ. കനോട്ട് ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല, വിൽ ബി ഏബിൾ ടു ഉപയോഗിച്ചും പറയാം. ഐ വിൽ നോട്ട് ബി ഏബിൾ ടു കം ടു യുവർ പാർട്ടി ഓൺ സൺഡേ. എനിക്ക് വരാൻ കഴിയില്ല. ഐ വിൽ നോട്ട് ബി ഏബിൾ ടു കം ടു യുവർ പാർട്ടി ഓൺ സൺഡേ. ഒരു ദിവസം ശാസ്ത്രജ്ഞർക്ക് ക്യാൻസറിന് ഒരു ചികിത്സ കണ്ടുപിടിക്കാൻ കഴിയും. ക്യാൻസറിന് നിലവിൽ എല്ലാ ക്യാൻസറിനും ഇഫക്റ്റീവായ ട്രീറ്റ്മെന്റ് ഇല്ല. അതൊരു ദിവസം കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഫ്യൂച്ചറിൽ സംഭവിച്ചേക്കാവുന്ന ഒരു കാര്യമാണ്, ഫ്യൂച്ചർ എബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ക്യാൻ ഉപയോഗിക്കില്ല. ഇപ്പം കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ ഫ്യൂച്ചറിൽ വരാൻ കഴിയില്ല എന്ന് പറയാൻ ക്യാൻ ഉപയോഗിച്ചു. കാരണം ആ കഴിയില്ല എന്ന റിയാലിറ്റി എനിക്ക് ഇപ്പോഴേ അറിയാം, അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഉപയോഗിച്ചത്. ഇതങ്ങനെയല്ല, ആ എബിലിറ്റി നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ സംഭവിച്ചേക്കാവുന്ന ഒരു കാര്യമാണ്.
ഇവിടെ നമ്മൾ ക്യാൻ ഉപയോഗിക്കില്ല, വിൽ ബി ഏബിൾ ടു ആണ് ഉപയോഗിക്കുക. ഒരു ദിവസം, വൺ ഡേ അല്ലെങ്കിൽ സം ഡേ, സയൻറ്റിസ്റ്റ് വിൽ ബി ഏബിൾ ടു ഫൈൻഡ് എ ക്യൂർ ഫോർ ക്യാൻസർ. വൺ ഡേ scientists will be able to find a cure for cancer. One day scientists can അല്ല will be able to. ചെയ്യാൻ കഴിയും എന്ന് പറയാൻ will be able to ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. പ്രസന്റിലുള്ള എബിലിറ്റി അല്ല ഇത്, അതുകൊണ്ടാണ് നമുക്കിവിടെ can ഉപയോഗിക്കാൻ സാധിക്കാത്തത്. കൊതുക് കാരണം എനിക്ക് നന്നായി ഉറങ്ങാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞില്ല എന്ന് പറയാൻ നമുക്ക് എല്ലായ്പ്പോഴും couldn't ഉപയോഗിക്കാം. എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. I couldn't sleep well because of the mosquitoes. കൊതുക് കാരണം. I couldn't sleep well because of the mosquitoes. Because ഒരു കൺജങ്ഷൻ ആണ്, because of preposition ആണ്. because of എന്ന് പറയുമ്പോൾ കാരണം. അതിനുശേഷം വരിക noun ആണ്. because of the mosquitoes. കൊതുക് കാരണം എനിക്ക് നല്ലതുപോലെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. couldn't sleepന് പകരം നമുക്ക് I was not able to sleep എന്നും പറയാം. couldn'tന് പകരം നമുക്ക് പലപ്പോഴും was able to യൂസ് ചെയ്യാൻ സാധിക്കും. I couldn't sleep well because of the mosquitoes അല്ലെങ്കിൽ I was not able to sleep well because of the mosquitoes. എനിക്ക് കഴിഞ്ഞില്ല എന്ന് പറയാൻ നമുക്ക് എല്ലായ്പ്പോഴും couldn't ഉപയോഗിക്കാം. പക്ഷെ കഴിഞ്ഞു എന്ന് പറയാൻ നമുക്ക് could ഉപയോഗിക്കാൻ സാധിക്കില്ല. എനിക്ക് ദിവസങ്ങളായി നന്നായി ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ദിവസങ്ങളായി എന്നൊരു എക്സ്പ്രഷൻ ഇവിടെ വരുന്നുണ്ട്. ദിവസങ്ങളായി എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? 4 days അല്ലേ? അപ്പോൾ ആ ഒരു എക്സ്പ്രഷൻ വരുമ്പോൾ പിന്നെ ആ സെന്റൻസിനകത്ത് നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യാം? നമുക്ക് വേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. എനിക്ക് ദിവസങ്ങളായി നന്നായി ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. പ്രസന്റ് പെർഫെക്റ്റിന്റെ ഫോം ഹാവ് പ്ലസ് V3 ആണ്. ഐ ഹാവ്. പിന്നെ ഹാവിന് ശേഷം നമുക്ക് ക്യാൻ ഉപയോഗിക്കാൻ സാധിക്കില്ല. പലപ്പോഴും എബിലിറ്റീസിനെ കുറിച്ച് പറയാൻ പ്രസന്റിലുള്ള എബിലിറ്റിയോ ഇനബിലിറ്റിയോ ആണെങ്കിൽ പോലും നമുക്ക് ക്യാൻ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. അതിലൊന്നാണിത്. ഹാവിന് ശേഷം നമുക്ക് ക്യാൻ ഉപയോഗിക്കാൻ സാധിക്കില്ല, പക്ഷെ നമുക്ക് ബി ഏബിൾ ടു ഉപയോഗിക്കാൻ സാധിക്കും. ഹാവിന് ശേഷം ബി ഉപയോഗിക്കാം. ആക്ച്വലി ബി അല്ല ഉപയോഗിക്കുക, ബിയുടെ V3. ഹാവിന് ശേഷം എല്ലായ്പ്പോഴും പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 ആണ് വരിക. അപ്പോൾ ബിയുടെ V3 ആയ ബി നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാ പറയാം, ഐ ഹാവ് നോട്ട് ക്യാൻ എന്നോ ഐ ഹാവ് കനോട്ട് എന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ പറയാം ഐ ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു സ്ലീപ്പ് വെൽ എന്നാണ്. ഐ ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു സ്ലീപ്പ് വെൽ 4 days. ഇവിടെ ദിവസങ്ങളായി എന്ന ഒരു എക്സ്പ്രഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചത്. പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കേണ്ടി വന്നതുകൊണ്ടാണ് നമുക്കിവിടെ ക്യാൻ ഉപയോഗിക്കാൻ പറ്റാതെ ആയത്. ഹാവിന് ശേഷം ക്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഹാവ് ഒരു പ്രൈമറി ഓക്സിലറി വെർബാണ്, ക്യാൻ ഒരു മോഡൽ ഓക്സിലറി വെർബാണ്. ഒരു പ്രൈമറി ഓക്സിലറി വെർബിന് ശേഷം ഒരു മോഡൽ ഓക്സിലറി വെർബ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. I have not been able to sleep well 4 days. എനിക്ക് ദിവസങ്ങളായി ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് നന്നായി ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് മാത്രമാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ ക്യാൻ തന്നെയാണ് ഉപയോഗിക്കുക. ഐ കാൺ സ്ലീപ്പ് വെൽ. എനിക്ക് നന്നായി ഉറങ്ങാൻ കഴിയുന്നില്ല. അവിടെ പ്രസന്റ് പെർഫെക്റ്റ് അല്ല, നമ്മൾ ക്യാൻ ഉപയോഗിച്ചാണ് ആ സെന്റൻസ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് നമുക്ക് അവിടെ ക്യാൻ ഉപയോഗിക്കാൻ പറ്റി. ഈ സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റിൽ ആയത് കാരണം ക്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എബിലിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ ഇനബിലിറ്റിയെ കുറിച്ച് പറയാൻ നമ്മൾ ബി ഏബിൾ ടു ആണ് യൂസ് ചെയ്യുന്നത്. ഐ ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു സ്ലീപ്പ് വെൽ. ബീൻ ആണ് ഉപയോഗിക്കുന്നത്, കാരണം ഹാവിന് ശേഷം നമുക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിൾ തന്നെ വേണം. എനിക്ക് നാളെ വരാൻ കഴിയും. ഐ ക്യാൻ കം ടുമോറോ. എനിക്ക് നാളെ വരാൻ കഴിയും. എനിക്ക് നാളെ വരാൻ കഴിഞ്ഞേക്കും. ബി ഏബിൾ ടു നമുക്ക് ക്യാൻ, കുഡ് ഈ 2 മോഡൽ ഓക്സിലറി വെർബ് ഒഴിച്ച് ബാക്കി എല്ലാ മോഡൽ വെർബ്സിന് ശേഷവും ഉപയോഗിക്കാൻ സാധിക്കും. നാളെ എനിക്ക് വരാൻ കഴിഞ്ഞേക്കും എന്ന് പറയുമ്പോൾ അവിടെ ഒരു സാധ്യത കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഐ ക്യാൻ ബി ഏബിൾ ടു എന്ന് പറയാൻ സാധിക്കില്ല. അതിന് പകരം നമ്മൾ എന്താ പറയുക? ഐ മേ ബി ഏബിൾ ടു എന്ന് പറയും, അല്ലെങ്കിൽ ഐ മൈറ്റ് ബി ഏബിൾ ടു എന്ന് പറയും. ഐ മൈറ്റ് ബി ഏബിൾ ടു കം ടുമോറോ. എനിക്ക് നാളെ ഒരു പക്ഷേ വരാൻ സാധിച്ചേക്കും, കഴിഞ്ഞേക്കാം. ഐ ക്യാൻ ബി ഏബിൾ ടു എന്ന് പറയരുത്, ഐ മേ ബി ഏബിൾ ടു എന്ന് പറയാം. ഐ മൈറ്റ് ബി ഏബിൾ ടു എന്നും നമുക്ക് പറയാം. കഴിയും എന്ന് പറയാൻ ക്യാൻ ഉപയോഗിക്കാം. കഴിഞ്ഞേക്കും എന്ന് പറയുമ്പോൾ മേ ബി ഏബിൾ ടു അല്ലെങ്കിൽ മൈറ്റ് ബി ഏബിൾ ടു. എനിക്ക് 3 ഭാഷകൾ സംസാരിക്കാൻ കഴിയും. ഐ ക്യാൻ സ്പീക്ക് 3 languages. ഐ എം ഏബിൾ ടു സ്പീക്ക് 3 languages എന്നും പറയാം. പക്ഷെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇതുപോലെ പ്രസന്റ് എബിലിറ്റീസിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാൻ ആണ്. ബി ഏബിൾ ടു നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നേ ഉള്ളൂ. അതുപോലെ ക്യാൻ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലാണ് നമ്മൾ ബി ഏബിൾ ടു യൂസ് ചെയ്യുന്നത്. എനിക്കൊരു കാര്യം ചെയ്യാൻ കഴിയും എന്ന് പറയാം, നീന്താൻ കഴിയും, ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും എന്നെല്ലാം പറയാൻ ക്യാൻ തന്നെ ഉപയോഗിക്കാം. ഐ ക്യാൻ സ്വിം, ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ഐ എം ഏബിൾ ടു ഇവിടെ ഉപയോഗിക്കാം, പക്ഷെ അതല്ല കോമൺലി നമ്മൾ ഉപയോഗിക്കുന്നത്. അപേക്ഷകർക്ക് 3 ഭാഷയെങ്കിലും സംസാരിക്കാൻ കഴിയണം. കഴിയും എന്ന് പറയാൻ ക്യാൻ ഉപയോഗിക്കും. കഴിഞ്ഞേക്കും എന്ന് പറയാൻ വിൽ ബി ഏബിൾ ടു യൂസ് ചെയ്യും.
കഴിഞ്ഞേക്കാം എന്ന് പറയാൻ മേ ബി ഏബിൾ ടു ഉപയോഗിക്കും, അല്ലെങ്കിൽ മൈറ്റ് ബി ഏബിൾ ടു ഉപയോഗിക്കും. കഴിയണം എന്നെങ്ങനെയാ പറയാം? അത് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ മസ്റ്റ് ബി ഏബിൾ ടു ആണ്. മസ്റ്റ് ക്യാൻ എന്ന് പറയാൻ സാധിക്കില്ല. മസ്റ്റും മോഡൽ വെർബാണ്, ക്യാനും മോഡൽ വെർബാണ്. നമുക്ക് രണ്ട് മോഡൽ വെർബ്സിനെ ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, അതായത് നമുക്ക് ക്യാൻ ഉപയോഗിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്, അവിടെയെല്ലാം ബി ഏബിൾ ടു തന്നെ വേണം ഉപയോഗിക്കാൻ. അപേക്ഷകർക്ക്, ആപ്ലിക്കൻസ്, അവർക്ക് 3 ഭാഷയെങ്കിലും സംസാരിക്കാൻ കഴിയണം. ദ ആപ്ലിക്കൻസ് മസ്റ്റ് ബി ഏബിൾ ടു സ്പീക്ക് അറ്റ്ലീസ്റ്റ് 3 ലാംഗ്വേജസ്. ദ ആപ്ലിക്കൻസ് മസ്റ്റ് ബി ഏബിൾ ടു സ്പീക്ക് അറ്റ്ലീസ്റ്റ് 3 ലാംഗ്വേജസ്. ദ ആപ്ലിക്കൻസ് ക്യാൻ അല്ല, ആപ്ലിക്കൻസ് ക്യാൻ എന്ന് പറയുമ്പോൾ കഴിയുമെന്നാണ്, കഴിയണം എന്നാണ് നമുക്ക് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ മസ്റ്റ് ബി ഏബിൾ ടു എന്ന വെർബാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത്. ദ ആപ്ലിക്കൻസ് മസ്റ്റ് ബി ഏബിൾ ടു സ്പീക്ക് അറ്റ്ലീസ്റ്റ് 3 ലാംഗ്വേജസ്. അടുക്കളയിൽ പ്രവേശിച്ചതും എനിക്ക് ഗ്യാസിന്റെ ഗന്ധം അനുഭവപ്പെട്ടു. നമ്മുടെ സെൻസസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാം. കാണുക, കേൾക്കുക, രുചിക്കുക, അതുപോലെ ഗന്ധം അനുഭവിക്കുക, ഇതിനെക്കുറിച്ചെല്ലാം പറയാൻ നമുക്ക് ക്യാനും കുഡും എല്ലായ്പ്പോഴും ഉപയോഗിക്കാം. അഫർമേറ്റീവ് സെന്റൻസസിലും നെഗറ്റീവ് സെന്റൻസസിലും എല്ലാം നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ അനുഭവപ്പെട്ടു, ഒരു പെർട്ടിക്കുലർ ഒക്കേഷനിൽ ഉണ്ടായ ഒരു സംഭവമാണ്. കുഡ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് പാസ്റ്റിലുള്ള ജനറൽ എബിലിറ്റീസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. അതായത് പാസ്റ്റിൽ ഒരു പെർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈമിൽ നമുക്ക് പതിവായി ചെയ്യാൻ കഴിഞ്ഞിരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് കുഡ് ഉപയോഗിക്കുക. ഇവിടെ അങ്ങനെയല്ല, ഇതൊരു പെർട്ടിക്കുലർ ഒക്കേഷൻ തന്നെയാണ്, പക്ഷെ ഇവിടെയും നമുക്ക് കുഡ് ഉപയോഗിക്കാം. അടുക്കളയിൽ പ്രവേശിച്ചതും എനിക്ക് ഗ്യാസിന്റെ ഗന്ധം അനുഭവപ്പെട്ടു. ഐ കുഡ് സ്മെൽ ഗ്യാസ്. അടുക്കളയിൽ പ്രവേശിച്ചതും ആസ് സൂൺ ആസ് ഐ എൻറ്റേർഡ് ദ കിച്ചൺ. ആസ് സൂൺ ആസ് ഐ എൻറ്റേർഡ് ദ കിച്ചൺ, അടുക്കളയിൽ പ്രവേശിച്ചതും. എൻറ്റേർഡ് എന്നതിന് പകരം നമുക്ക് കെയിം ഇൻ ടു എന്ന് പറയാം, അല്ലെങ്കിൽ വോക്ക്ഡ് ഇൻ ടു എന്നും പറയാം. As soon as I came into the kitchen, I could smell gas. I was able to smell gas എന്നും നമുക്കിവിടെ പറയാം, കുഡ് ഉപയോഗിച്ചാലും മതി. ആക്ച്വലി കുഡാണ് കൂടുതൽ കോമൺ ആയി യൂസ് ചെയ്യുന്നത്. കാണാൻ കഴിഞ്ഞു എന്ന് പറയാൻ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന വെർബ് കുഡ് സീ ആണ്. അതുപോലെ കേൾക്കാൻ കഴിഞ്ഞു എന്ന് പറയാൻ കുഡ് ഹിയർ എന്ന് പറയും. ഗന്ധം അനുഭവിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കുഡ് സ്മെൽ. വേണമെങ്കിൽ ഇവിടെ ഐ വാസ് ഏബിൾ ടു സ്മെൽ എന്നും പറയാം. ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ, അതായത് സീ, ഹിയർ, സ്മെൽ, ടേസ്റ്റ്, ഈ വേർബ്സിന്റെ എല്ലാം കൂടെ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന വേർബ്സ് ക്യാനും കുഡും ആണ്, ബി ഏബിൾ ടു അല്ല. ഞാൻ തിയേറ്ററിന്റെ പിറകിലാണ് ഇരുന്നിരുന്നത്. ഐ വാസ് സിറ്റിംഗ് അറ്റ് ദ ബാക്ക് ഓഫ് ദ തിയേറ്റർ. ഐ വാസ് സിറ്റിംഗ് അറ്റ് ദ ബാക്ക് ഓഫ് ദ തിയേറ്റർ. അറ്റ് ദ ബാക്ക്, അതാണ് പുറകില്. അതുകൊണ്ട് എനിക്ക് നന്നായി കേൾക്കാൻ കഴിഞ്ഞില്ല. നന്നായി കേൾക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഐ കുഡ് ഹിയർ, കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഐ കുഡിൻ ഹിയർ വെരി വെൽ. ആസ് ഐ വാസ് സിറ്റിംഗ് അറ്റ് ദ ബാക്ക് ഓഫ് ദ തിയേറ്റർ, ഐ കുഡിൻ ഹിയർ വെരി വെൽ. ആസ് ഉപയോഗിച്ചാൽ നമ്മളിവിടെ കമ്പൈൻ ചെയ്ത് സോ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ പിന്നെ ആസ് ഉപയോഗിക്കരുത്. ഐ വാസ് സിറ്റിംഗ് അറ്റ് ദ ബാക്ക് ഓഫ് ദ തിയേറ്റർ, സോ ഐ കുഡിൻ ഹിയർ വെരി വെൽ. എനിക്ക് നല്ലതുപോലെ കേൾക്കാൻ കഴിഞ്ഞില്ല. കുട്ടികളായിരുന്നപ്പോൾ ഞങ്ങൾ തികച്ചും സ്വതന്ത്രരായിരുന്നു. കുട്ടികളായിരുന്നപ്പോൾ, വെൻ വി വർ ചിൽഡ്രൻ, ഞങ്ങൾ തികച്ചും സ്വതന്ത്രരായിരുന്നു. വി വർ ടോട്ടലി ഫ്രീ. വെൻ വി വർ ചിൽഡ്രൻ, വി വർ ടോട്ടലി ഫ്രീ. ഞങ്ങൾക്ക് വേണ്ടത് ചെയ്യാൻ കഴിയുമായിരുന്നു. നമ്മൾ കുഡ് ഉപയോഗിക്കുന്നത് കഴിയുമായിരുന്നു എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന കോണ്ടെക്സ്റ്റുകളിലാണ്. ചെയ്യാൻ കഴിയുമായിരുന്നു, ഇത് പാസ്റ്റിലുള്ള ഒരു ജനറൽ എബിലിറ്റിയാണ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒക്കേഷനിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നല്ല പറയുന്നത്. കുട്ടികളായിരുന്ന സമയത്ത് എന്തും ചെയ്യാൻ കഴിയുമായിരുന്നു, ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ കുഡ് യൂസ് ചെയ്യുക. വി കുഡ് ഡു വാട്ട് വി വാണ്ടഡ്. ഞങ്ങൾക്ക് വേണ്ടത് ചെയ്യാൻ കഴിയുമായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ വാട്ട് വി വാണ്ടഡ്, അത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. വി കുഡ് ഡു. ഇവിടെ നമുക്ക് കുഡിന് പകരം വേണമെങ്കിൽ യൂസ് ടു ബി ഏബിൾ ടു എന്ന് പറയാം. വി വേർ ഏബിൾ ടു എന്ന് പറയുന്നതിലും നല്ലത് വി യൂസ് ടു ബി ഏബിൾ ടു എന്ന് പറയുന്നതാണ്. ആക്ച്വലി കുഡ് ഉപയോഗിച്ചാണ് ഈ കാര്യങ്ങൾ നമ്മൾ പൊതുവെ പറയാം. ഇനി യൂസ് ടു ഉപയോഗിച്ച് പറയണമെങ്കിൽ അങ്ങനെ പറയാമെന്നാണ് പറയുന്നത്. വി യൂസ് ടു ബി ഏബിൾ ടു എന്ന് പറയാം, കാരണം ഇത് പാസ്റ്റിലുള്ള ഒരു ജനറൽ ആയ ഒരു എബിലിറ്റിയാണ്. കഴിയുമായിരുന്നു എന്നല്ലേ പറയുന്നത്, കഴിഞ്ഞു എന്നല്ല. അതുകൊണ്ട് തന്നെ കുഡിന് പകരം നമുക്കിവിടെ യൂസ് ടു ബി ഏബിൾ ടു എന്ന് ഉപയോഗിക്കാം. ഏറ്റവും കോമൺ ആയി നമ്മൾ ഈ കാര്യം പറയുന്നത് കുഡ് ഉപയോഗിച്ചാണ്. വി കുഡ് ഡു വാട്ട് വി വാണ്ടഡ്. എൻ്റെ ഫ്ലൈറ്റ് മിസ്സായി, അതുകൊണ്ട് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്ന് പറയാൻ എല്ലായ്പ്പോഴും കുഡിൻറ്റ് ഉപയോഗിക്കാം. ഐ മിസ്ഡ് മൈ ഫ്ലൈറ്റ്, സോ ഐ കുഡിൻ അറ്റൻഡ് ദ കോൺഫറൻസ്. ഐ മിസ്ഡ് മൈ ഫ്ലൈറ്റ്, സോ ഐ കുഡിൻ അറ്റൻഡ് ദ കോൺഫറൻസ്. ഐ കുഡിൻറ്റിന് പകരം നമുക്കിവിടെ ഐ വാസ് നോട്ട് ഏബിൾ ടു അറ്റൻഡ് ദ കോൺഫറൻസ് എന്നും പറയാം. I missed my flight, so I was not able to attend the conference. കഴിഞ്ഞില്ല എന്ന് പറയാൻ couldn't ഉപയോഗിക്കാം, was not able to ഉപയോഗിക്കാം. കഴിയുമായിരുന്നു എന്ന് പറയാൻ could ഉപയോഗിക്കാം,
യൂസ് ടു ബി ഏബിൾ ടു ഉപയോഗിക്കാം. ഈ ചിത്രത്തിലെ പക്ഷിയെ നിനക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ക്യാൻ യു സീ ദ ബേർഡ് ഇൻ ദിസ് പിക്ചർ? ഇൻ ദിസ് പിക്ചർ ആണ്, ഓൺ ദിസ് പിക്ചർ അല്ല. ക്യാൻ യു സീ ദ ബേർഡ് ഇൻ ദിസ് പിക്ചർ അല്ലെങ്കിൽ ആർ യു ഏബിൾ ടു സീ ദ ബേർഡ് ഇൻ ദിസ് പിക്ചർ? ഈ ചിത്രത്തിലെ പക്ഷിയെ നിനക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ക്യാൻ ഉപയോഗിക്കാം, ആർ യു ഏബിൾ ടു യൂസ് ചെയ്യാം. ഞാൻ സൂക്ഷിച്ചു നോക്കി അല്ലെങ്കിൽ ശ്രദ്ധിച്ചു നോക്കി. നമുക്ക് ഐ ലുക്ക്ഡ് ക്ലോസ്ലി എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ലുക്ക്ഡ് കെയർഫുള്ളി എന്ന് പറയാം. ഐ ലുക്ക്ഡ് ക്ലോസ്ലി, ക്ലോസ്ലി എന്ന് പറയുമ്പോൾ അടുത്ത് പിടിച്ചു നോക്കി, അതെല്ലാമാണ് അതിനർത്ഥം. ഐ ലുക്ക്ഡ് ക്ലോസ്ലി ബട്ട് ഐ കുഡന്റ് സീ എനി ബേർഡ് ഇൻ ദാറ്റ് പിക്ചർ. ഞാനിവിടെ ഇംഗ്ലീഷിൽ എഴുതിയതിന്റെ അർത്ഥം ആ ചിത്രത്തിൽ എനിക്ക് ഒരു പക്ഷിയെയും കാണാൻ കഴിഞ്ഞില്ല എന്നാണ്. മലയാളത്തിൽ എഴുതിയതിന്റെ ട്രാൻസ്ലേഷൻ അതല്ല. മലയാളത്തിൽ എഴുതിയതിന്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെ വരിക, ബട്ട് ഐ കുഡന്റ് ഫൈൻഡ് ദ ബേർഡ് ഇൻ ദ പിക്ചർ. ഐ ലുക്ക്ഡ് ക്ലോസ്ലി ബട്ട് ഐ കുഡന്റ് ഫൈൻഡ് ദ ബേർഡ് ഇൻ ദ പിക്ചർ. കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ കുഡിന്റ്. ഇവിടെ നമുക്ക് ഐ വാസന്റ് ഏബിൾ ടു എന്നും പറയാം. ഐ ലുക്ക്ഡ് ക്ലോസ്ലി ബട്ട് ഐ വാസന്റ് ഏബിൾ ടു ഫൈൻഡ് ദ ബേർഡ് ഇൻ ദാറ്റ് പിക്ചർ. എനിക്ക് ആ ചിത്രത്തിലെ പക്ഷിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദാറ്റ് പിക്ചർ എന്ന് പറഞ്ഞാലും ദ പിക്ചർ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. ആ ചിത്രം, അത് തന്നെയാണ് അതിനർത്ഥം. തടാകത്തിലേക്ക് ഒരു പെൺകുട്ടി വീണു. എ ഗേൾ ഫെൽ ഇൻ ടു ദ ലേക്ക്. പക്ഷെ ഭാഗ്യത്തിന് അവൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. ഭാഗ്യത്തിന്, ലക്കിലി അല്ലെങ്കിൽ ഫോർച്ചുനേറ്റ്ലി, ബട്ട് ലക്കിലി അല്ലെങ്കിൽ ഫോർച്ചുനേറ്റ്ലി അവൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. കഴിഞ്ഞു ഒരു പർട്ടിക്കുലർ ഒക്കേഷനിൽ സംഭവിച്ച കാര്യമാണ്. കഴിയുമായിരുന്നു എന്നല്ല പറയുന്നത്, കഴിഞ്ഞു എന്നാണ്. ഇവിടെ നമ്മൾ കുഡ് അല്ല ഉപയോഗിക്കുക, വാസ് ഏബിൾ ടു ആണ്. ബട്ട് ലക്കിലി ഷി വാസ് ഏബിൾ ടു എസ്കേപ്പ്. അവൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. ഇതുപോലത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് കുഡ് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇത് ജനറൽ ആയ ഒരു എബിലിറ്റി അല്ല. ഒരു പർട്ടിക്കുലർ ഒക്കേഷനിൽ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്ന് മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. അതിനെ കുഡ് ഉപയോഗിക്കരുത്, വാസ് ഏബിൾ ടു തന്നെ ഉപയോഗിക്കുക. എ ഗേൾ ഫെൽ ഇൻ ടു ദ ലേക്ക് ബട്ട് ഷി വാസ് ഏബിൾ ടു എസ്കേപ്പ്. പക്ഷെ അവൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. കഴിയുമായിരുന്നു എന്ന് പറയാനാണ് കുഡ് ഉപയോഗിക്കേണ്ടത്. കഴിഞ്ഞു എന്ന് പറയാൻ വാസ് ഏബിൾ ടു വേണം യൂസ് ചെയ്യാൻ. ഇനിയിപ്പോൾ അല്പം ബുദ്ധിമുട്ടി, വിഷമിച്ച് നമ്മളൊരു കാര്യം ചെയ്തു എന്നാണ് പറയേണ്ടതെങ്കിൽ നമുക്ക് വാസ് ഏബിൾ ടുവിന് പകരം മാനേജ് ടു ഉപയോഗിക്കാം. ഒരു പെൺകുട്ടി കുളത്തിലേക്ക് വീണു. എ ഗേൾ ഫെൽ ഇൻ ടു ദ പോണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അവളെ വലിച്ചു കയറ്റാൻ കഴിഞ്ഞു. അവൾ രക്ഷപ്പെട്ടു എന്നല്ല പറയുന്നത്, നമ്മൾ അവളെ വലിച്ചു കയറ്റി എന്നാണ്. വലിച്ചു കയറ്റുക എന്നതിന് നമുക്ക് പുൾ ഹെർ ഔട്ട് എന്ന വെർബ് ഉപയോഗിക്കാം. പുൾ ഔട്ട് എന്ന് പറയുമ്പോൾ വലിച്ചു കയറ്റുക. അവളെ വലിച്ചു കയറ്റി. ഹെർ എന്ന പ്രൊനൗൺ വരുന്നുണ്ട് ഒബ്ജക്റ്റ് ആയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ആ ഫ്രേസൽ വെർബിന് ഇടയിൽ ഉപയോഗിക്കും. പുൾ ഹെർ ഔട്ട് എന്നാണ് പറയുന്നത്. എ ഗേൾ ഫെൽ ഇൻ ടു ദ പോണ്ട് ബട്ട് വി മാനേജ് ടു പുൾ ഹെർ ഔട്ട്. അല്ലെങ്കിൽ വി വർ ഏബിൾ ടു പുൾ ഹെർ ഔട്ട്. വലിച്ചു കയറ്റാൻ അല്പം ഒരു എഫേർട്ട് വേണ്ടി വന്നു, ഇത്തിരി ബുദ്ധിമുട്ടി എന്ന അർത്ഥം വരുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ മാനേജ് ടു എന്ന വെർബ് ഉപയോഗിക്കുന്നത്. നമ്മളൊരു കാര്യം അല്പം വിഷമിച്ച് ചെയ്തു, പക്ഷെ എന്നാലും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വെർബ് ഉപയോഗിക്കാം, വാസ് ഏബിൾ ടുവിന് പകരം. ഇവിടെ സബ്ജക്റ്റ് വി ആയത് കാരണം നമ്മൾ ഉപയോഗിക്കുക വേർ ഏബിൾ ടു ആണ്. അതിന് പകരം നമുക്ക് മാനേജ് ടു എന്ന് ഉപയോഗിക്കാം. ഇവിടെ വേർ ഏബിൾ ടു നമുക്ക് ഉപയോഗിക്കാം. ബട്ട് വി വർ ഏബിൾ ടു പുൾ ഹെർ ഔട്ട് എന്നും പറയാം. വിഷമം അവിടെ ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് നമ്മൾ ഈ വെർബ് ഇവിടെ ഉപയോഗിക്കുന്നത്. ബട്ട് വി മാനേജ് ടു പുൾ ഹെർ ഔട്ട്. അവളെ പുറത്തേക്ക് വലിച്ചു കയറ്റാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അല്പം എഫേർട്ടോടു കൂടി ഞങ്ങൾക്കത് കഴിഞ്ഞു. ഇവിടെ കുഡ് ഉപയോഗിക്കരുത്, ഇത് ജനറൽ എബിലിറ്റി അല്ല. നമുക്ക് കഴിയുമായിരുന്നു എന്നല്ല നമ്മൾ പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഒക്കേഷൻ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു, അല്പം എഫേർട്ട് എടുത്ത് ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ കുഡ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് മാനേജ് ടു എന്ന വെർബാണ് ഇവിടെ കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ്. നമുക്ക് അതിന് പകരം വേർ ഏബിൾ ടു എന്നും പറയാം. വി വേർ ഏബിൾ ടു പുൾ ഹെർ ഔട്ട് എന്നും പറയാം. പാസ്റ്റിലുള്ള ജനറൽ എബിലിറ്റീസിനെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രം കുഡ് ഉപയോഗിക്കുക. പക്ഷേ സീ, ഹിയർ, ടേസ്റ്റ്, സ്മെൽ ആ വേർബ്സിന്റെ എല്ലാം കൂടെ നമുക്ക് ജനറൽ എബിലിറ്റിയെ കുറിച്ച് പറയാനും ഉപയോഗിക്കാം. ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നതിന് വേണ്ടിയും കുഡ് ഉപയോഗിക്കാം. തീ പെട്ടെന്ന് പടർന്നു. ദ ഫയർ സ്പ്രെഡ് ക്വിക്കലി. സ്പ്രെഡ് എന്ന വെർബിന്റെ 3 ഫോമും സ്പ്രെഡ് തന്നെയാണ്. ദ ഫയർ സ്പ്രെഡ് ക്വിക്കലി. പക്ഷെ എല്ലാവർക്കും രക്ഷപ്പെടാനായി. എല്ലാവർക്കും. പക്ഷേ ബട്ട് എല്ലാവർക്കും, എവരിബഡി രക്ഷപ്പെടാനായി. വാസ് ഏബിൾ ടു എസ്കേപ്പ്. എവരിബഡിക്ക് ശേഷം എല്ലാവരും എന്നാണ് അതിനർത്ഥം. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് സിംഗുലർ ആണ്. ദ ഫയർ സ്പ്രെഡ് ക്വിക്കലി ബട്ട് എവരിബഡി വാസ് ഏബിൾ ടു എസ്കേപ്പ്. ഈച്ച്, എവരി ഇതിന് രണ്ടിനും ശേഷം ഉപയോഗിക്കുന്ന സിംഗുലർ വെർബാണ്. എവരി വൺ, എവരിത്തിങ്, എവരിബഡി അതിനെല്ലാം ശേഷം സിംഗുലർ വെർബ് തന്നെ വേണം ഉപയോഗിക്കാൻ. ഇവിടെ നമുക്ക് കുഡ് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ഇതും രക്ഷപ്പെടാനാവുമായിരുന്നു എന്നല്ല പറയുന്നത്. ആ സമയത്ത്
തീ പടർന്ന സമയത്ത് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വാസ് ഏബിൾ ടു ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കുഡ് അല്ല. അവൻ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. വി ഡിഡിന്റ് നോ. എന്താ അറിയാതിരുന്നത്? അവൻ എവിടെയാണെന്ന്. വേർ ഹി വാസ്. അവൻ എവിടെയാണ്? വേർ ഈസ് ഹി, അല്ലെ? ആ ഒരു ക്വസ്റ്റ്യനെ മറ്റൊരു സെന്റൻസിന്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ പിന്നെ അത് ക്വസ്റ്റ്യൻ അല്ലാതെയാവും. അത് മാത്രമല്ല ടെൻസും ചേഞ്ച് ചെയ്യും. വി ഡിഡിന്റ് നോ എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ അതിന് ശേഷം വേർ ഹീസ് എന്നല്ല പറയുന്നത്, വേർ ഹി വാസ് ആണ്. വേർ വാസ് ഹി അല്ല, വേർ ഹി വാസ് ആണ്. അതുകൂടി ശ്രദ്ധിക്കണം. വി ഡിഡിന്റ് നോ വേർ ഹി വാസ്. പക്ഷെ അവസാനം ബട്ട് ഇൻ ദ എൻഡ് വി മാനേജ് ടു ഫൈൻഡ് ഹിം. ഞങ്ങൾ അവനെ കണ്ടുപിടിച്ചു, ഞങ്ങൾക്ക് അവനെ കണ്ടെത്താൻ കഴിഞ്ഞു. വി വേർ ഏബിൾ ടു ഫൈൻഡ് ഹിം എന്നും നമുക്ക് പറയാം. വി ഡിഡിന്റ് നോ വേർ ഹി വാസ് ബട്ട് ഇൻ ദ എൻഡ് വി മാനേജ് ടു ഫൈൻഡ് ഹിം. ഞങ്ങൾ അവനെ കണ്ടെത്തി, ഞങ്ങൾക്ക് അവനെ കണ്ടെത്താൻ കഴിഞ്ഞു. ചെറുപ്പമായിരുന്നപ്പോൾ അവനൊരു നല്ല ടെന്നീസ് കളിക്കാരനായിരുന്നു. ചെറുപ്പമായിരുന്നപ്പോൾ വെൻ ഹി വാസ് യങ്, അവനൊരു നല്ല ടെന്നീസ് കളിക്കാരനായിരുന്നു. ഹി വാസ് എൻ എക്സലന്റ് ടെന്നീസ് പ്ലെയർ. വെൻ ഹി വാസ് യങ് ഹി വാസ് എൻ എക്സലന്റ് ടെന്നീസ് പ്ലെയർ. അവന് ആരെയും തോൽപ്പിക്കാൻ കഴിയുമായിരുന്നു. പാസ്റ്റിൽ അവന് ജനറൽ ആയുള്ള എബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. കഴിയുമായിരുന്നു. ഹി കുഡ് ബീറ്റ് എനിബഡി അല്ലെങ്കിൽ എനിവൺ. ഗെയിംസിലും മറ്റൊക്കെ ഒരാളെ തോൽപ്പിക്കുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന വെർബാണ് ബീറ്റ്. ഹി കുഡ് ബീറ്റ് എനിബഡി. അവന് ആരെയും തോൽപ്പിക്കാൻ കഴിയുമായിരുന്നു. ഇവിടെ നമുക്ക് കുഡിന് പകരം ഹി വാസ് ഏബിൾ ടു എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് എന്ത് പറയാം? ഹി യൂസ് ടു ബി ഏബിൾ ടു എന്ന് പറയാം. ഹി യൂസ് ടു ബി ഏബിൾ ടു ബീറ്റ് എനിബഡി. ആരെയും തോൽപ്പിക്കാൻ അവന് കഴിയുമായിരുന്നു. ഇങ്ങനെ കഴിയുമായിരുന്നു എന്ന അർത്ഥത്തിൽ കുഡ് ഉപയോഗിക്കുമ്പോൾ പിന്നെ അതിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു എക്സ്പ്രഷൻ യൂസ് ടു ബി ഏബിൾ ടു ആണ്, വാസ് ഏബിൾ ടു അല്ല. ഹി യൂസ് ടു ബി ഏബിൾ ടു ബീറ്റ് എനിബഡി. ആരെയും തോൽപ്പിക്കാൻ അവന് കഴിയുമായിരുന്നു. ഇന്നലെ ഞാൻ എൻ്റെ സിസ്റ്ററുടെ കൂടെ ടെന്നീസ് കളിച്ചു. യെസ്റ്റർഡേ ഐ പ്ലേഡ് ടെന്നീസ് വിത്ത് മൈ സിസ്റ്റർ. യെസ്റ്റർഡേ നമുക്ക് അവസാനം ഉപയോഗിക്കാം. ഐ പ്ലേഡ് ടെന്നീസ് വിത്ത് മൈ സിസ്റ്റർ യെസ്റ്റർഡേ എന്നും പറയാം. അവൾ നന്നായി കളിച്ചു. ഷീ പ്ലേഡ് വെൽ. പക്ഷെ എനിക്ക് അവളെ തോൽപ്പിക്കാൻ കഴിഞ്ഞു. അവൾ നന്നായി കളിച്ചു, പക്ഷെ എനിക്ക് അവളെ തോൽപ്പിക്കാൻ കഴിഞ്ഞു. ഒരു പർട്ടിക്കുലർ ഒക്കേഷനിൽ ചെയ്ത കാര്യമാണ്. കുഡല്ല ഉപയോഗിക്കുക. നമുക്കിവിടെ മാനേജ് ടു ഉപയോഗിക്കാം, അല്ലെങ്കിൽ വാസ് ഏബിൾ ടു ഉപയോഗിക്കാം. ഷീ പ്ലേഡ് വെൽ ബട്ട് ഐ മാനേജ് ടു ബീറ്റ് ഹർ. പക്ഷെ എനിക്ക് അവളെ തോൽപ്പിക്കാൻ കഴിഞ്ഞു. അല്പം എഫേർട്ട് എടുത്തിട്ടായാലും എനിക്ക് അവളെ തോൽപ്പിക്കാൻ കഴിഞ്ഞു. ബട്ട് ഐ മാനേജ് ടു ബീറ്റ് ഹർ. ഐ കുഡ് ബീറ്റ് ഹർ അല്ല, ഐ മാനേജ് ടു ബീറ്റ് ഹർ അല്ലെങ്കിൽ ഐ വാസ് ഏബിൾ ടു ബീറ്റ് ഹർ. എൻ്റെ സിസ്റ്റർ നന്നായി കളിച്ചു. മൈ സിസ്റ്റർ പ്ലേഡ് വെൽ. പക്ഷെ അവൾക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞില്ല എന്ന് പറയാൻ നമുക്ക് എല്ലായ്പ്പോഴും കുഡിന്റ് ഉപയോഗിക്കാം. ബട്ട് ഷീ കുഡിൻ ബീറ്റ് മീ. മൈ സിസ്റ്റർ പ്ലേഡ് വെൽ ബട്ട് ഷീ കുഡിൻ ബീറ്റ് മീ. ഇവിടെ നമുക്ക് കുഡിന്റിന് പകരം വാസ് ഏബിൾ ടു ഉപയോഗിക്കാം. ഇതൊരു പർട്ടിക്കുലർ ഒക്കേഷൻ അല്ലേ, അതുകൊണ്ട് തന്നെ യൂസ് ടു ബി ഏബിൾ ടു എന്ന് ഉപയോഗിക്കേണ്ട, വാസ് ഏബിൾ ടു ഉപയോഗിച്ചാൽ മതി. മൈ സിസ്റ്റർ പ്ലേഡ് വെൽ ബട്ട് ഷീ വാസ് നോട്ട് ഏബിൾ ടു ബീറ്റ് മീ അല്ലെങ്കിൽ ഷീ കുഡിൻ ബീറ്റ് മീ. ചെറുപ്പമായിരുന്നപ്പോൾ എനിക്ക് മണിക്കൂറിൽ 10 മൈൽ ഓടാൻ കഴിയുമായിരുന്നു. പണ്ടുണ്ടായിരുന്ന ജനറൽ എബിലിറ്റിയാണ്. ചെറുപ്പമായിരുന്നപ്പോൾ വെൻ ഐ വാസ് യങ് അല്ലെങ്കിൽ വെൻ ഐ വാസ് യങ്ങർ എനിക്ക് കഴിയുമായിരുന്നു. ഐ കുഡ് റൺ 10 മൈൽസ് ഇൻ എൻ അവർ. വെൻ ഐ വാസ് യങ് അല്ലെങ്കിൽ യങ്ങർ ഐ കുഡ് റൺ 10 മൈൽസ് ഇൻ എൻ അവർ. കഴിയുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് കുഡിന് പകരം എന്ത് ഉപയോഗിക്കാം? ഐ യൂസ് ടു ബി ഏബിൾ ടു റൺ എന്നും പറയാം. വെൻ ഐ വാസ് യങ്ങർ ഐ യൂസ് ടു ബി ഏബിൾ ടു റൺ 10 മൈൽസ് ഇൻ എൻ അവർ. ഒരു മണിക്കൂറിൽ എനിക്ക് 10 മൈൽ ഓടാൻ കഴിയുമായിരുന്നു. കഴിയുമായിരുന്നു എന്ന് പറയുമ്പോൾ കുഡിന് പകരം നമ്മൾ ഉപയോഗിക്കുക യൂസ് ടു ബി ഏബിൾ ടു ആണ്, വാസ് ഏബിൾ ടു അല്ല. എനിക്ക് അവനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഹിം. എനിക്ക് അവനെ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഏത് ടെൻസാണ് ഉപയോഗിക്കുക? പ്രസന്റ് പെർഫെക്റ്റ് അല്ലേ? നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിളിലും അത് പറഞ്ഞിരുന്നു. പ്രസന്റ് പെർഫെക്റ്റിൽ ഹാവ് വരും. ഹാവിന് ശേഷം നമുക്ക് ക്യാൻ ഉപയോഗിക്കാൻ സാധിക്കില്ല. പിന്നെ നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത് ബി ഏബിൾ ടു ആണ്. ഹാവിന് ശേഷം ബീൻ വേണം ഉപയോഗിക്കാൻ. ഒരിക്കലും എന്ന് പറയുമ്പോൾ നെവർ എന്നൊരു അഡ്വർബ് കൂടി ഇടയിൽ വരും. ഐ ഹാവ് നെവർ ബീൻ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഹിം. എനിക്ക് അവനെ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഐ കാൺ അണ്ടർസ്റ്റാൻഡ് ഹിം. എനിക്ക് അവനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. ഐ ഹാവ് നെവർ ബീൻ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഹിം. മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടേ ഇല്ല. ഇവിടെ ഒന്നും നമുക്ക് ക്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ആ ടെൻസിൽ നമുക്ക് ക്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെന്റൻസിൽ ക്യാൻ ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നെ അവിടെ ബി ഏബിൾ ടു തന്നെ ഉപയോഗിക്കണം, ആ ഒരു മീനിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. എനിക്ക് ഇന്നലെ തീരെ സുഖമില്ലായിരുന്നു. ഐ വാസ് വെരി സിക്ക് യെസ്റ്റർഡേ അല്ലെങ്കിൽ വെരി ഇൽ. സിക്ക് എന്ന വാക്കിന് പൊതുവെ
നോസിയ അനുഭവപ്പെടുന്നു എന്നൊരർത്ഥമാണ് ഇംഗ്ലീഷിലുള്ളത്. അതായത് എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു. ഇൽ എന്ന് പറയുമ്പോൾ ജനറലായി ഏത് അസുഖത്തിനെ കുറിച്ച് പറയാനും ഉപയോഗിക്കാം. സിക്ക് നോർമലി നമുക്ക് അനുഭവപ്പെടുന്ന വൊമിറ്റിംഗ് സെൻസേഷനെ കുറിച്ച് പറയാനാണ് ഉപയോഗിക്കുന്നത്. ഐ വാസ് വെരി സിക്ക് യെസ്റ്റർഡേ. എനിക്ക് ഒന്നും കഴിക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ ഈറ്റ് എനിത്തിങ്. ഐ വാസ് നോട്ട് ഏബിൾ ടു ഈറ്റ് എനിത്തിങ് എന്നും പറയാം. എനിക്കൊന്നും കഴിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ കാലിന് പരിക്കുണ്ടായിരുന്നു. മൈ ലെഗ് വാസ് ഇഞ്ചേർഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഹാഡ് ഇഞ്ചേർഡ് മൈ ലെഗ് എന്നും പറയാം. രണ്ട് രീതിയിലും പറയാം. ഐ ഹാഡ് ഇഞ്ചേർഡ് മൈ ലെഗ്. എന്നാലും എനിക്ക് വീട്ടിലേക്ക് നടക്കാൻ കഴിഞ്ഞു. കാലിന് പരിക്കുണ്ട്, അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടിയായിരിക്കും വീട്ടിലേക്ക് നടന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ വാസ് ഏബിൾ ടു എന്നതിനേക്കാളും ഇവിടെ നല്ലത് മാനേജ് ടു എന്ന വെർബാണ്. ഇവിടെ കുഡ് ഉപയോഗിക്കരുത്. കഴിയുമായിരുന്നു എന്നല്ല, കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഐ ഹാഡ് ഇഞ്ചേർഡ് മൈ ലെഗ് ബട്ട് ഐ മാനേജ് ടു വാക്ക് ഹോം. ഐ ഹാഡ് ഇഞ്ചേർഡ് മൈ ലെഗ് ബട്ട് ഐ മാനേജ് ടു വാക്ക് ഹോം. എന്നിട്ടും എന്ന ഒരു അർത്ഥം കിട്ടാനാണ് അവിടെ സ്റ്റിൽ ഉപയോഗിക്കുന്നത്. നിർബന്ധമൊന്നുമില്ല. I had injured my leg, but I still managed to walk home. But I was still able to walk home. Was able to ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ still wasന് ശേഷമാണ് വരിക. കഴിഞ്ഞയാഴ്ച ഞാൻ എൻ്റെ ആദ്യ മാരത്തോൺ ഓടി. I ran my first marathon last week. I ran my first marathon last week. അല്ലെങ്കിൽ I took part in my first marathon. അങ്ങനെയും പറയാം. I ran എന്ന് പറഞ്ഞാൽ മതി. അത് വിഷമമായിരുന്നു, ഡിഫിക്കൽട്ട് ആയിരുന്നു. It was tough. It was hard. It was difficult. പക്ഷേ എനിക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഒരു പർട്ടിക്കുലർ ഒക്കേഷനിൽ ചെയ്തു എന്നാണ് പറയുന്നത്. മാനേജ് ടു ഉപയോഗിച്ചാൽ മതി. ബട്ട് ഐ മാനേജ് ടു ഫിനിഷ് ഇറ്റ്. ഐ റാൻ മൈ ഫസ്റ്റ് മാരത്തോൺ ലാസ്റ്റ് വീക്ക്. ഇറ്റ് വാസ് ഹാർഡ് ബട്ട് ഐ മാനേജ് ടു ഫിനിഷ് ഇറ്റ്. വിഷമമായിരുന്നു, പക്ഷേ എനിക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഐ വാസ് ഏബിൾ ടു ഫിനിഷ് ഇറ്റ്. അങ്ങനെയും പറയാം. ഐ കുഡ് ഫിനിഷ് ഇറ്റ് എന്ന് പറയരുത്. ഇനി ഇന്നത്തെ ഹോംവർക്ക്. ഈ ലെസൺ മുഴുവൻ കണ്ടവർക്ക് ഇത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കില്ല. പാസ്റ്റിലുള്ള ജനറൽ എബിലിറ്റിയെ കുറിച്ച് പറയുന്നതിന് വേണ്ടി മാത്രം കുഡ് ഉപയോഗിക്കാം. കഴിഞ്ഞില്ല അല്ലെങ്കിൽ കഴിയുമായിരുന്നില്ല എന്ന് പറയാൻ എല്ലായ്പ്പോഴും നമുക്ക് കുഡിൻ്റെ ഉപയോഗിക്കാം. പക്ഷെ കഴിയുമായിരുന്നു എന്ന് പറയാനാണ് കുഡ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞു എന്ന് പറയാൻ നമ്മൾ കുഡ് ഉപയോഗിക്കില്ല. അതിന് പകരം ഉപയോഗിക്കുന്നത് വാസ് ഏബിൾ ടു അല്ലെങ്കിൽ മാനേജ് ടു, അതുപോലത്തെ വേർബ്സ് ആണ്. അത് ശ്രദ്ധിച്ച് ഈ ഹോംവർക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ് താഴെ കമൻസിൽ പോസ്റ്റ് ചെയ്യാം. ഡൗട്ട്സ് ഉള്ളവർക്ക് ചോദിക്കാം. ഈ ലെസൺ യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇത് ഇഷ്ടമാവുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കാണും. പിന്നെ നമ്മുടെ ഓൺലൈൻ ഇംഗ്ലീഷ് കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഗൂഗിൾ മീറ്റ് വഴി ലൈവ് ഓൺലൈൻ ക്ലാസ് ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.